Good morning. Welcome to Kate Online Classes. Today we are going to discuss chapter 14 in English for class plus 2. Chapter 14, The Road Not Taken by Robert Frost. Okay. This chapter, it's a poem. അപ്പോൾ ഇതിലുള്ള പാരഗ്രാഫിന് പകരം സ്റ്റാൻസകൾ തരും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പോയത്തിന്റെ ഒരു സമ്മറി അയച്ചു തരാം, അത് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് കോൾ ദ വുഡ് യെല്ലോ വുഡ്? എന്തുകൊണ്ടാണ് അദ്ദേഹം യെല്ലോ വുഡ് എന്നുള്ള പേരിൽ വിളിച്ചത്? ദ പോയറ്റ് കോൾ ദ വുഡ് യെല്ലോ വുഡ് ബിക്കോസ് ദ ലീവ്സ് ഓഫ് ദ ട്രീസ് വേർ യെല്ലോ ഓൺ അക്കൗണ്ട് ഓഫ് ഓട്ടം സീസൺ. ഓട്ടം സീസണിൽ എല്ലാ ഇലകളും മഞ്ഞ നിറത്തിലായി മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് യെല്ലോ വുഡ് എന്നുള്ള പേര് വിളിക്കാൻ കാരണം കവി. ഹു ഈസ് ദ ട്രാവലർ? ഇതില് കവി യാത്ര ചെയ്യുമ്പോൾ ആണ്, കവി തന്നെയാണ് യാത്രക്കാരൻ. ഈസ് എ ട്രാവലർ. ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞാല് ഇത് കവി ഒരു ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കുറെ പോകുമ്പോൾ ഒരു വഴി രണ്ടെണ്ണമായി തിരിയും. അപ്പൊ അദ്ദേഹം ഒരു വഴി തെരഞ്ഞെടുക്കും. ഇനി തിരിച്ചു പോകുമ്പോൾ ആ വഴിയിലൂടെ പോവാ എന്നുള്ള ഉദ്ദേശത്തിലാണ് ആദ്യത്തെ വഴി തെരഞ്ഞെടുക്കുന്നത്. കവി അങ്ങനെ പോകുമ്പോൾ വീണ്ടും ആ വഴി ഇങ്ങനെ സ്പ്ലിറ്റായി പോവുകയാണ്. അപ്പോൾ വീണ്ടും അതിനൊന്ന് മാറും, പിന്നെയും പോകും, അതും സ്പ്ലിറ്റ് ആവും. അപ്പൊ അങ്ങനെ കവി ആ വഴിനെ ജീവിതത്തോട് ഉപമിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് രണ്ട് വഴികൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും ആലോചിച്ച് ബുദ്ധിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ ആണ് നമ്മുടെ വഴി, നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഈ വഴി പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇങ്ങനെ വരാം എന്നൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ ഒരാൾ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഇല്ല എന്നാണ് കവിയുടെ അഭിപ്രായം. തിരിച്ചുവരവ് ഇല്ല എന്ന് പറഞ്ഞാല് ആ വഴിക്ക് പോയി പിന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ പോവാം എന്നല്ല, പിന്നെ അവിടുന്ന് വേറെ എന്തെങ്കിലും പുതിയ വഴി കണ്ടെത്താം. പക്ഷെ ഒരിക്കലും ഞാൻ പണ്ട് ഉപേക്ഷിച്ച ആ വഴിയിലേക്ക് എനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ്. ഇപ്പൊ നമ്മള് പ്ലസ് 2 കഴിഞ്ഞിട്ട് ഇന്ന കോഴ്സിന് ഞാനൊരു 4 കൊല്ലത്തെ എഞ്ചിനീയറിങ്ങിന് പോവാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് എനിക്കൊരു 5 കൊല്ലത്തെ മെഡിസിന് പോവാം എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രവൃത്തിയായിരിക്കും. ഏജ് കൂടി വരും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനും തരണം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതല്ല, നമ്മളിവിടെ കവിത പഠിക്കുന്നതുകൊണ്ട് ഇതിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് ഫീൽ സോറി? എന്തുകൊണ്ടാണ് അദ്ദേഹം എന്താ പറയാ ഐ ഫീൽ സോറി എന്ന് പറയാൻ കാരണം എന്താണ്? ദ പോയറ്റ് ഫീൽ സോറി ബിക്കോസ് ഹി കാൺ ട്രാവൽ ബോത്ത് ദ റോഡ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷമം തോന്നിയത്. വൈ ഹി ഫീൽ സോറി? ഹി ഫീൽ സോറി ബിക്കോസ് ഹി കനോട്ട് ട്രാവൽ ഇൻ ബോത്ത് വേ റോഡ്സ്. കാരണം ഒരു റോഡിൽ പോയാൽ ഒരിക്കലും മറ്റേ റോഡിലേക്ക് അയാൾക്ക് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. അതന്നെ. ഹൗ ഡിഡ് ദ റോഡ് ലുക്ക് ലൈക്ക്? രണ്ട് റോഡുകളും എങ്ങനെയാണ് കാണാനിരിക്കുന്നത്? ദ റോഡ്സ് വേർ ഡൈവേർജിങ് ഇൻ യെല്ലോ വുഡ്. യെല്ലോ വുഡ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലെത്തിയപ്പോൾ അതെന്താവും, രണ്ടെണ്ണം തിരിഞ്ഞു പോയി. ഒന്ന് ഡൈവേർജിങ് എന്ന് പറഞ്ഞാൽ രണ്ടും വേർതിരിഞ്ഞ്, ലൈക്ക് ദിസ്. വൈ ഡിഡ് ദ പോയറ്റ് സ്റ്റാൻഡ് ഫോർ ലോങ്? The poet could not travel on both roads. He had to make decision. So he stood there for long to decide which one to go. രണ്ട് റോഡിലും ട്രാവൽ ചെയ്യാൻ ഒരിക്കലും ഒരാൾക്ക് അറ്റ് എ ടൈം സാധിക്കില്ല. അപ്പോ ആ പോയറ്റ് അവിടെ നിന്ന് തീരുമാനിച്ചു, ആലോചിച്ചു, ഈ റോഡ് പോകണോ ആ റോഡ് പോകണോ, ആൻഡ് ഹി ടുക്ക് എ ഡിസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് other stands for here in the first line? പദ്യത്തിലെ ആദ്യത്തെ വരിയിൽ other OTHER എന്നുള്ളതാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? other here stands for second road, first road and the other one, രണ്ടാമത്തെ റോഡ്. what is the underlying meaning in it was grassy and wanted wear? എന്താണ് അത് ഉദ്ദേശിച്ചത്? the underlying meaning of it was grassy and wanted wear, ഇത് രണ്ടിന്റെയും ഉള്ളിലുള്ള മീനിങ് എന്താണ്? is that the road symbolizes the life path which has not been taken by many. The poet is attracted to choose it, but he cannot do so. അപ്പോ ജീവിതത്തിലെ രണ്ട് വഴികൾ അല്ലെങ്കിൽ ജീവിതമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കുറച്ച് ആളുകൾ തെരഞ്ഞെടുത്ത വഴി അല്ലെങ്കിൽ കുറച്ച് ആളുകൾ തെരഞ്ഞെടുത്ത പാത അല്ലെങ്കിൽ ജീവിത മാർഗം തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യം, എങ്കിലും അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല, അങ്ങനെ എടുക്കാൻ സാധിച്ചില്ല എന്നാണ്. ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അധികം ആളുകൾ ചിന്തിക്കാമോ ഇതെല്ലാവരും തുടങ്ങുന്നതാണ്, വ്യത്യസ്തമായി എന്തെങ്കിലും തുടങ്ങണം എന്നായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം കവിയും ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ മീനിങ് suggested by them?
in the last line. How did they look like at that time? Them stands for both the roads that they lay before the poet in the forest. ആ രണ്ട് റോഡ് ഡൈവേർജിങ് റോഡ് എന്ന് പറഞ്ഞില്ലേ, ഒന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിഞ്ഞ രണ്ട് റോഡ് ഉണ്ട്, ആ റോഡ് എന്നാണ് അത് ഉദ്ദേശിച്ചത്. Both the roads looked as if they had been worn by the walking by. രണ്ട് റോഡ് ഏകദേശം ഒരേ പോലെ തന്നെയാണ്. വോൺ ബൈ വാക്കിംഗ്, രണ്ട് റോഡ് ഒരേപോലെ, രണ്ട് ജീവിതത്തിന്റെ രണ്ട് മേഖലകളും കാണുമ്പോൾ ഒരേപോലെ ആയിട്ടാണ് തോന്നിയത്. ഫൈൻഡ് ദ അതർ വേർഡ്സ് ഹാവിംഗ് ദ ഫോളോയിങ് മീനിങ്. പിന്നെ മീനിങ് കറക്റ്റ് ഉള്ള വേർഡ്സ് തിരഞ്ഞെടുക്കണം. How did both the roads look at the same time? അടുത്തത്, at that time both the roads were covered with leaves. Not many people walked on those paths. ആ സമയത്ത് രണ്ട് റോഡിന്റെയും മുൾഭാഗത്ത് ഇലകളോട് നിറഞ്ഞിരുന്നു. ആരും അത് അധികം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കാണുമ്പോൾ തോന്നിയത്. What did the poet doubt? പോയറ്റിന് എന്താണ് സംശയം തോന്നിയത്? The poet doubted if he should ever come back. അദ്ദേഹത്തിന് സംശയമായി തിരിച്ചു വരാൻ പറ്റില്ലേ. ഇഫ് ഹി ഷുഡ് എവർ കം ബാക്ക്, അതാണ് സംശയമായത്. ഫോർ ഹൂം ഐ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദിസ് സ്റ്റാൻസ. ഈ വരികളിൽ ഐ എന്നുള്ളതുകൊണ്ട് എന്താ ആരാണ് ഉദ്ദേശിച്ചത്? പോയറ്റ് സ്വയം ഉദ്ദേശിക്കുന്നത് ഐ, ഞാൻ, റോബർട്ട് ഫ്രോസ്റ്റ്. I has been used for the poet Robert Frost. What is the hidden meaning in the last line? I doubted if I should ever come back. I doubted if I should ever come back. അതിൽ ഒളിഞ്ഞിരിക്കുന്ന മീനിങ് എന്താണ്? ഹിഡൻ മീനിങ് എന്താണ്? The hidden meaning is that the poet doubted whether he will ever take other road. It means that he doubts if he will ever become what implies in choosing the second care of life. ജീവിതത്തിൽ ആ വഴി പോയില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നാണ് അദ്ദേഹം ഡൗട്ട് ചെയ്തത്, സംശയിച്ചത്. ഒന്ന് സക്സസ് ആയില്ലെങ്കിൽ അടുത്ത വഴിയിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ, ഞാൻ ഒഴിവാക്കി പോയ ആ വഴിയിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്നാണ്. Why does the poet say that will be telling with a sign? ഒരു സൈൻ, ഒരു ചിഹ്നം. The poet says to say so because he could not travel on both roads, though he very much want to. രണ്ട് റോഡിലും ഒരുപോലെ യാത്ര ചെയ്യണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് രണ്ട് മേഖലയിലേക്കും രണ്ട് റോഡിലേക്കും ട്രാവൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. എക്സ്പ്ലെയിൻ. It took the one less travel by. ഒരു റോഡ് കുറവ് ആളുകൾ യാത്ര ചെയ്ത വഴി, അല്ലെങ്കിൽ കുറവ് ആളുകൾ സ്വീകരിച്ച മാർഗം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. It means that the poet chose the profession in the life which had been taken up by very less number of people. The road symbolizes the profession. ഇവിടെ പ്രൊഫഷൻ, നമ്മളെ ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ആളുകൾ തെരഞ്ഞെടുത്ത, എല്ലാവരും പോകുന്നതിനല്ല പോയത് അദ്ദേഹം വ്യത്യസ്തമായ ഒന്ന്, കുറച്ച് ആളുകൾ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊഫഷനാണ് ചൂസ് ചെയ്തത്. What does the poet mean by the difference? All the difference. അതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? By all the difference, the poet means to say that the choice of profession has changed his life totally. അദ്ദേഹം തിരഞ്ഞെടുത്ത പ്രൊഫഷൻ, ജോലി, അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകെ മറിച്ചു. അതാണ് അദ്ദേഹം പറയുന്നത്. Pick out the word. പോയറ്റ് ഒരു സങ്കടാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്ന എന്ന് പ്രതിപാദിക്കുന്ന ഒരു വരികൾ ഇതിൽ നിന്ന് എടുത്തതാണ്. Phrase with a sigh and his repetition of I again and again show that he is in a sad mood. I again and again, അതേപോലെ with a sign. ഈ രണ്ട് വാക്കുകളാണ് കവി ഒരു സങ്കട സിറ്റുവേഷൻ അല്ലെങ്കിൽ സങ്കട മൂഡിലാണ് എന്ന് മനസ്സിലാക്കിയത്. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇൻ 30 to 40 വേർഡ്സ് ആണ് എഴുതേണ്ടത്. വാട്ട് ഡസ് ദ ടൈറ്റിൽ ഫ്രോസ് പോയം ദ റോഡ് നോട്ട് ടേക്കൺ കൺവേ? എന്താണ് ഈ കവിതയുടെ ടൈറ്റിൽ?
തരുന്ന സന്ദേശം. In autumn season, the poet passed through a different direction. He chose one thing, that he would walk along the second some other time, but he could ever do that. The title expresses the poet's regret that he could not travel both roads. അപ്പോൾ ഈ ശീർഷകം എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ, ഈ കവിക്ക് രണ്ട് വഴികളും ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹം എടുത്ത ആ പ്രൊഫഷൻ വഴി മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. അദ്ദേഹം വേണ്ട എന്ന് വെച്ച് പോയ പ്രൊഫഷനിലേക്ക് ഒരിക്കലാക്കി തിരിഞ്ഞു വരാനോ, അല്ലെങ്കിൽ രണ്ട് പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ രണ്ട് റോഡിലേക്ക് ഒരുപോലെ യാത്ര ചെയ്യാനോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഹൗ ഡസ് ഫ്രോസ്റ്റ് കമ്പയർ ദ ടു വുഡ് റോഡ്സ്? എങ്ങനെയാണ് ഈ രണ്ട് റോഡിനെ അദ്ദേഹം കമ്പയർ ചെയ്തത്? ദാറ്റ് മോർണിംഗ് ബോത്ത് were covered with leaves uncrushed by human feet. Frost took the other road because it was grassy. It was less traveled by than the first one. അപ്പോൾ രണ്ട് റോഡുകളും എന്താ പറയാ, ഇലകളൊക്കെ കൂടി മൂടപ്പെട്ട് അവസ്ഥയിലായിരുന്നു. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുത്ത റോഡ് പുല്ലൊക്കെ മുളച്ച റോഡ്, ആരും അധികം ട്രാവൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ഒരു മാർഗമാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്, റോഡാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ജീവിതത്തിലും ആ പ്രൊഫഷനാണ് തെരഞ്ഞെടുത്തത്. അധികം ആളുകളൊന്നും തെരഞ്ഞെടുക്കാത്ത ഒരു പ്രൊഫഷനാണ് തെരഞ്ഞെടുത്തത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത, ബ്രിങ് ഔട്ട് ദ സിംബോളിക് ആൻഡ് ഹിഡൻ മീനിങ് ഓഫ് ദ വേർഡ് റോഡ് ഇൻ ദ ഫ്രോസ്റ്റ് പോയം. അപ്പൊ അദ്ദേഹത്തിന്റെ പോയത്തിൽ റോഡ് എന്നുള്ള വാക്കുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? റോഡ് കാരണം എല്ലാവർക്കും അറിയാം, പക്ഷെ അതല്ല, കവിതയിൽ അദ്ദേഹം റോഡ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ്. The word road in the Frost poem has double meaning, one literal and other symbolic. രണ്ട് മീനിങ് ഉള്ള വാക്കാണ് അദ്ദേഹം കവിതയിൽ ഉപയോഗിച്ചത്. It means dusty or metal road in ordinary sense. സാധാരണ ഒരു ഗതിയിൽ ഒന്നില്ലെങ്കിൽ മണ്ണ് റോഡ് അല്ലെങ്കിൽ മെറ്റൽ ഇട്ട ടാറിട്ട റോഡ്. But in symbolic meaning, it is the opinion or choice of one has to make at some point in life which proves to be a turning point in one's life. മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ, ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം, അതാണ് ഉദ്ദേശിച്ചത്. അതിനാളുകൾ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയും. ആ തീരുമാനം എടുത്താണ് നിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയത് എന്ന് പറഞ്ഞാൽ, ആ തീരുമാനം എടുത്ത് ആ പ്രൊഫഷനിലേക്കോ അല്ലെങ്കിൽ ആ തീരുമാനം എടുത്ത് ആ കാര്യം ചെയ്യുകയോ ചെയ്തതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് റോഡ് കൊണ്ട് ഇദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത്. രണ്ട് അർത്ഥമുള്ളത് അതാണ്. ഓക്കെ, വൈ ഡിഡ് ദ പോയറ്റ് ചൂസ് ദ സെക്കൻഡ് റോഡ്? എന്തുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമത്തെ റോഡ് തെരഞ്ഞെടുത്തത്? Though the poet was confused which road should be taken, he decided to walk along the road he thought that might take the first road some other day. At the same time, he was doubtful if he would ever get time to go along the first road. He also feels if he had chosen the wrong road, then they might have to regret for the whole life. അപ്പൊ പോയിന്റിന് ഏത് റോഡ് എടുക്കണം, ജീവിതത്തിൽ ഏത് മേഖലയിലേക്ക് തിരിയണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം തീരുമാനിച്ചു ആദ്യത്തെ റോഡ് ഒഴിവാക്കി രണ്ടാമത്തെ റോഡിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. ആദ്യത്തെ റോഡിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് വേണമെങ്കിൽ അതിലൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത്ര ആയിട്ട് വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പുണ്ടായിരുന്നില്ല. ഈ ഒരു പാതയിൽ യാത്ര തുടർന്നിട്ട് അത് പോരാന്നോ അത് വേണ്ടാന്ന് തോന്നി തിരിച്ചു വന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. ഒരു പ്രൊഫഷനില് തീരുമാനിച്ചാൽ ആ പ്രൊഫഷനിൽ മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടാന്ന് വെച്ച് വേറൊരു പ്രൊഫഷനിലേക്ക് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടും ഒക്കെയാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നത്. ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഉചിതം അല്ലെങ്കിൽ വളരെ ആലോചിച്ച് എടുക്കണം എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് എന്ന സന്ദേശമാണ് കവി ഈ കവിതയിലൂടെ പ്രകടമാക്കുന്നത്. And that's for that chapter 14. And thank you for watching Kate Online Classes. If you have any doubt, please WhatsApp me on 9746006166. ഡൗട്ടുകളൊക്കെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. നോട്ട് അയച്ചു തരും. അതിലുള്ള മാർക്ക് ഏതാണ് ഭാഗം ഡൗട്ട് അത് വീണ്ടും ഫോട്ടോ ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോ ക്ലാസ്സോ കോൾ വഴിയോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് താങ്ക് യു.